അയ്യോ സോറി. ഞാൻ എന്താ എന്താ ഇവിടെ? മുത്തശ്ശൻ പറഞ്ഞിട്ടാ വന്നത്. ഒന്ന് ആലോചിച്ചു ചെറിയമ്മേ, ഇപ്പൊ ഈ കല്യാണം നമുക്ക് വേണ്ട. അവള് കുറച്ചാളും കൂടി കൊമ്പത്തെ കുടുംബത്തുനിന്ന് ഒരു കല്യാണാലോചന വന്നപ്പോഴേ നീ ഒന്നും ആലോചിക്കാൻ അതിന് കയറി സമ്മതിച്ചില്ലേ? അതുപോലെ കൊള്ളാവുന്ന കുടുംബത്തിൽ നിന്ന് ഒരു ആലോചന വന്നപ്പോഴേ ഞങ്ങളും അതങ്ങ് ഉറപ്പിച്ചു. അതിലിപ്പോ എന്താ തെറ്റ്? ചെറിയമ്മേ, ബസ് സൗകര്യം പോലും ഇല്ലാത്ത നമ്മുടെ ഈ നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് എൻട്രൻസ് നേടിയെടുത്തോളാം നമ്മളെ മാളൂട്ടി. അവൾക്കിപ്പോ ആവശ്യം ഒരു വിവാഹമല്ല, തുടർന്ന് പഠിക്കാനുള്ള ഒരു അവസരമാണ്. അതെ, നിനക്ക് കിട്ടിയ പോലെ നല്ലൊരു ജീവിതം മാളുവിന് കിട്ടാൻ പോവാ. അതില്ലാതാക്കാനാ നീ ഇപ്പൊ നോക്കുന്നത്. സ്വന്തം ജീവിതം നല്ലൊരു കരക്കെടുത്തപ്പോഴേ മുറപ്പെണ്ണൊരുത്തി കുടുംബത്തിലുണ്ടായിരുന്നിട്ടും നീ അതുപോലും നോക്കാതെ അല്ലേ പുത്തമ്പരക്കിലെ കല്യാണത്തിന് സമ്മതിച്ചത്? ചെറിയമ്മ എന്തൊക്കെയായി പറയുന്നത്? ബന്ധം കൊണ്ടേ എന്തായാലും മാളൂനെ കാണുന്ന പോലെ ഞാൻ അമ്പിളിയും കണ്ടിട്ടുള്ളൂ. എനിക്കെന്നും അവൾ എന്റെ അനിയത്തി തന്നെയായിരുന്നു. എന്തായാലും മാളുവിന്റെ കല്യാണക്കാര്യത്തിൽ നിന്റെ ഉപദേശം വേണ്ട ശ്രീനാഥേ. അമ്മ ഒന്ന് അടങ്ങിക്കേ. മാളു, ഞാൻ ചോദിച്ചതിന് നീ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ഈ കല്യാണത്തിന് നീ സമ്മതിച്ചിട്ടാണോ? പിന്നല്ലാതെ ഞാൻ സമ്മതിച്ചിട്ടാ ശ്രീയേട്ടാ. കല്യാണം കഴിഞ്ഞാലും അവരെന്നെ പഠിക്കാൻ വിടും. അതുകൊണ്ട് എനിക്ക് ഒരു ടെൻഷനും ഇല്ല. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അമ്മ വാ വാ. നടക്ക. ശ്രീയേട്ടൻ ഇരിക്കെ. എന്റെ കല്യാണക്കാര്യൊക്കെ അവിടെ നിൽക്കട്ടെ. മന്ത്രകോടി എടുക്കുന്ന കാര്യം എന്തായി? അതിന് ഇന്ന് പോകാനാ എല്ലാരും പ്ലാൻ ചെയ്യുന്നത്. ശ്രീയേട്ടൻ പുത്തമ്പുരക്കൽ പോയോ? അമൃതെടുത്തിയെ കണ്ടോ? അത് കൊള്ളാം. ഇനി എപ്പോഴത്തേക്ക് മാറ്റി വച്ചിരിക്കുവാ? ഏട്ടത്തിയുടെ ഇഷ്ടം എന്താന്ന് ചോദിച്ചറിയാതെയാണോ മന്ത്രകോടി വാങ്ങിക്കാൻ പോന്നെ? അല്ല, പുത്തമ്പുരക്കിലേക്കും പോണം. എങ്കിലേ ശ്രീയേട്ടൻ നേരെ അങ്ങോട്ടേക്ക് വിട്ടോ. അമൃതയെടുത്തെ കണ്ട് സംസാരിച്ച് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നെങ്കിലും അറിഞ്ഞിട്ട് വേണം മന്ത്രകോടി വാങ്ങാൻ. ശ്രീ, എന്നാ നീ അങ്ങോട്ട് ചെല്ല്. കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. ഉപദേശിക്കാൻ വന്നേക്കുന്നു. ശ്രീ, താനെന്താ പാടൂ ഇവിടെ വന്നാരങ്ങാതെ നിൽക്കുന്നേ? അത് വാ, അകത്തേക്ക് കയറാം. ഇനിയിപ്പൊ ഇത് തന്റെയും കൂടെ വീടല്ലേ? കോളിംഗ് ബെൽ അടിച്ച് കാത്തു നിൽക്കണോ? തുറന്ന് കയറിക്കൂടെ? വാ. അല്ല, തന്റെ വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? നന്നായി നടക്കുന്നു. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ബന്ധുക്കളെ പലരെയും ക്ഷണിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലേ? അച്ഛൻ വഴിക്കും അമ്മ വഴിക്കും എനിക്കങ്ങനെ ഒരുപാട് ബന്ധുക്കളൊന്നുമില്ല. അല്ല, ഞങ്ങളെക്കാളും ബുദ്ധിമുട്ട് നമ്പ്യാർ സാറിനായിരിക്കുമല്ലോ. എത്ര പേരെ ക്ഷണിക്കാനുള്ളതാ. എന്താ വിളിച്ചത്? സാറെന്നോ? ദേ, ആ വിളയിൽ നീ വേണ്ട, മുത്തച്ഛൻ അങ്ങനെ വിളിച്ചാൽ മതി. ഈ ഗ്രാമത്തിലെ മനുഷ്യർ ആരാധനയോടെ അങ്ങേ അച്യുതൻ നമ്പ്യാരെന്ന് വിളിക്കുന്നത് ദേ കുട്ടിക്കാലം മുതലേ കേട്ട് വളർന്നതാ ഞാൻ. ഒരു സുപ്രഭാതത്തില് ആ വലിയ മനുഷ്യനെ കയറി മുത്തശ്ശാന്ന് വിളിക്കാൻ പെട്ടെന്ന് എന്റെ നാവ് വഴങ്ങത്തില്ല. പതുക്കെ ഞാൻ ശരിയാക്കി എടുത്തോളാം. അതിനായിട്ട് കുറച്ച് സമയം എനിക്കൊന്ന് അനുവദിക്കണം.
എടോ, ഈ നിഷ്കളങ്കതയാണ് തന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. ആ, ഞങ്ങളുടെ അമ്മു ഭാഗ്യവതിയാണ് മോനെ. നമ്പ്യാർ സാറേ, അങ്ങയുടെ ചെറുമകളുടെ ഭർത്താവാകാൻ സാധിക്കുന്നതന്നെ എന്റെ ഭാഗ്യമല്ലേ? ആ, മന്ത്രകോടിയൊക്കെ എടുത്തോ? ഇല്ല, മന്ത്രകോടി എടുക്കുന്നതിന് മുൻപ് അമൃതയുടെ അഭിപ്രായം ഒന്ന് അറിയണമെന്ന് തോന്നി. അതിനാ ഞാൻ വന്നത്. അതിനെന്താ, തനിക്ക് അമ്മുവിനോട് തന്നെ നേരിട്ട് ചോദിക്കാമല്ലോ. ആ മോളെ അഞ്ജലി, ഇങ്ങോട്ട് വന്നേ. എന്താ മുത്തശ്ശ? അമ്മു എവിടെ? റൂമിലുണ്ട്. ഓ അല്ല, ദേ അമ്മുവിന്റെ ഇഷ്ടങ്ങൾ ശ്രീ നേരിട്ട് തന്നെ ചോദിച്ചോളൂ. മോളെ, ശ്രീയെ അമ്മുവിന്റെ റൂമിലേക്ക് കൂട്ടിക്കോളൂ. ശരി മുത്തശ്ശ. വരൂ. പോയിട്ട് വാ, ചെല്ലടോ. ഉം. ആ, ഇതാ റൂം. ഉം. അയ്യോ, സോറി. ഞാൻ എന്താ എന്താ ഇവിടെ? മുത്തശ്ശൻ പറഞ്ഞിട്ടാ വന്നത്. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്ത് കാര്യം? അത് ഇന്ന് വീട്ടിലെല്ലാരും കൂടി കല്യാണത്തിനുള്ള പർച്ചേസിന് വേണ്ടി ഇറങ്ങാൻ പോവായിരുന്നു. മന്ത്രകോഡ് സെലക്ട് ചെയ്യുന്നതിന് മുൻപ് അമൃതയുടെ ഇഷ്ടം കൂടി അറിഞ്ഞാൽ കൊള്ളായിരിക്കുമെന്നും മാളൂട്ടി പറഞ്ഞു. സാരി ഏത് നിറത്തിൽ വേണമെന്നാണ് എന്നുവെച്ചാ ഏത് കളറാണ് ഇഷ്ടം? കളർ ഏതായാലും എനിക്ക് ഒരുപോലെ തന്നെയാ. എല്ലാ കളറും അമൃതയ്ക്ക് ഒരുപോലെ ചേരും. എന്നാലും ഫേവറേറ്റ് കളർ ഏതാണെന്ന് പറഞ്ഞാൽ